Hi everyone, welcome to A+ Training Solutions. So Unit 9 Science, Technology and Society ഈ ഒരു യൂണിറ്റിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഓൾറെഡി ഒരു 20 ക്വസ്റ്റ്യൻസ് നോക്കിയിരുന്നു. ഇനി ഒരു 10 ക്വസ്റ്റ്യൻസും കൂടെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് 21 ആയിട്ടാണ് തുടങ്ങുന്നത്. 21ാമത്തെ ചോദ്യമായിട്ട്, ദ പ്രോസസ് ബൈ വിച്ച് ടെക്നോളജി ലോവേഴ്സ് ദ കോസ്റ്റ് ഓഫ് സ്റ്റോറിംഗ്, ഷെയറിംഗ് ആൻഡ് അനലൈസിംഗ് ഡേറ്റ ഇസ് നോൺ ആസ്. അതായത് ടെക്നോളജി വഴി ഒരു സാധനം സ്റ്റോർ ചെയ്യുകയും ഷെയർ ചെയ്യുകയും അനലൈസ് ചെയ്യുകയും, പ്രത്യേകിച്ച് ഡേറ്റ സ്റ്റോർ ചെയ്യുകയും ഷെയർ ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്യുന്നത്, ആ ഒരു പ്രോസസ്സിനെ എന്താണ് പറയുന്നത്? ദ പ്രോസസ് ബൈ വിച്ച് ടെക്നോളജി ലോവേഴ്സ് ദ കോസ്റ്റ് ഓഫ് സ്റ്റോറിംഗ്, ഷെയറിംഗ് ആൻഡ് അനലൈസിംഗ് ഡേറ്റ. ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യുകയും ഷെയർ ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു കോസ്റ്റ് ടെക്നോളജി മുഖേന കുറയ്ക്കുന്ന ആ ഒരു പ്രോസസ്സിനെ എന്താണ് പറയുന്നത്? മെക്കനൈസേഷൻ, ഡിജിറ്റലൈസേഷൻ, കൊമേഴ്സ്യലൈസേഷൻ, ഗ്ലോബലൈസേഷൻ. വളരെ സിമ്പിൾ അല്ലേ? നിങ്ങൾ ടേമിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായതാണ്. ഡിജിറ്റലൈസേഷൻ ആണ് അല്ലെ? ദ പ്രോസസ് ബൈ വിച്ച് ടെക്നോളജി ലോവേഴ്സ് ദ കോസ്റ്റ് ഓഫ് സ്റ്റോറിംഗ്, ഷെയറിംഗ് ആൻഡ് അനലൈസിംഗ് ഡേറ്റ ഇസ് നോൺ ആസ് ഡിജിറ്റലൈസേഷൻ. അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണത്. ഓക്കെ, who among the following coined the term virtual community to describe communities engaged in social discussion in internet? ഇന്റർനെറ്റിൽ സോഷ്യൽ ഡിസ്കഷനിൽ ഏർപ്പെടുന്ന കമ്മ്യൂണിറ്റീസിനെ വെർച്വൽ കമ്മ്യൂണിറ്റി എന്ന ടേം കോയിൻ ചെയ്തത് ആരാണ്? ഹവാർഡ് റെയിൻഗോൾഡ്. ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല. ഹവാർഡ് റെയിൻഗോൾഡ് ആണ് വിർച്വൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ടേം. ഓക്കെ, വിർച്വൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ടേം, ദ ടേം ഇസ് റിലേറ്റഡ് വിത്ത് ഹവാർഡ് റെയിൻഗോൾഡ്. ഓക്കെ, സോ എങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയാണ്? ഡിസ്ക്രൈബ് കമ്മ്യൂണിറ്റീസ് എൻഗേജ്ഡ് ഇൻ സോഷ്യൽ ഡിസ്കഷൻ ഇൻ ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് എന്ന് പറയുന്ന സ്പേസിൽ സോഷ്യൽ ഡിസ്കഷൻ നടത്തുന്ന, അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്കഷനിൽ എൻഗേജ്ഡ് ആകുന്ന കമ്മ്യൂണിറ്റി, അവരെയാണ് വിർച്വൽ കമ്മ്യൂണിറ്റി എന്ന് ആര് വിളിച്ചു? ഹൊവാർഡ് റെയിൻഗോൾഡ്. ഓക്കെ, വാട്ട് ആർ ദ ടു മെയിൻ ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് ഇൻ ബ്രിഡ്ജിംഗ് ദ ഡിജിറ്റൽ ഡിവൈഡ്? ഡിജിറ്റൽ ഡിവൈഡ്, ടു മെയിൻ ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് ഇൻ ബ്രിഡ്ജിംഗ് ദ ഡിജിറ്റൽ ഡിവൈഡ്. ഡിജിറ്റൽ ഡിവൈഡിൽ ബ്രിഡ്ജ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന രണ്ട് മെയിൻ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്, ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് വെൽത്ത്, ആക്സസ് ടു കമ്പ്യൂട്ടർ ആൻഡ് ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ ലിറ്ററസി ആൻഡ് ഇൻഫോർമേഷൻ. ഇതിൽ ഏതൊക്കെയാണ്? നിങ്ങൾ വായിച്ചാൽ തന്നെ മനസ്സിലാവും ഏതൊക്കെയാണ്. സി ആൻഡ് ഡി അല്ലെ? ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഡിജിറ്റൽ ലിറ്ററസി അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള ആ ഒരു ഡിജിറ്റൽ ഒരു വേൾഡിലായിട്ടുള്ള നമുക്കുള്ള ആക്സസ്, നമുക്ക് മീൻസ് എല്ലാവർക്കും ഒരുപോലെ ആക്സസ് കിട്ടുമ്പോഴാണ് അവിടെ ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാകുന്നത്. സോ അതെന്താണ്? ഒന്ന് ആക്സസ് ടു കമ്പ്യൂട്ടർ ആൻഡ് ഇന്റർനെറ്റ്, അതുപോലെ കമ്പ്യൂട്ടർ ലിറ്ററസി ആൻഡ് ഇൻഫോർമേഷൻ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഡിജിറ്റൽ ഡിവൈഡ് നമുക്ക് ബ്രിഡ്ജ് ചെയ്യാൻ സഹായിക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ് ആക്സസ് ടു കമ്പ്യൂട്ടർ ആൻഡ് ഇന്റർനെറ്റ് ആൻഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ആൻഡ് ഇൻഫോർമേഷൻ. ഓക്കെ, so next match the following ആണ്. match the type of technology with the time period in which they broadly originated and evolved. കുറച്ച് ടെക്നോളജി ആണ്, അത് ഏത് ടൈം പീരീഡിലാണ് വന്നത് എന്നുള്ളതാണ്. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളതാണ്. സോ ഇലക്ട്രോണിക് കമ്പ്യൂട്ടിംഗ്, ന്യൂക്ലിയർ പവർ, ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഇത് ഏതിലായിരിക്കും വരുന്നത്? ജനറ്റിക് എഞ്ചിനീയറിംഗ്, ന്യൂക്ലിയർ പവർ, ഇതൊക്കെ ഏതാണ്? ഓപ്ഷനിൽ നോക്കും. 20 and 21st century അല്ലേ? നമുക്കറിയാം, ഒരു ഡൗട്ടും ഇല്ല. ദെൻ ടെക്സ്റ്റൈൽ, മൈനിങ് ആൻഡ് മെറ്റലർജി. ഇത് ഏത് സമയത്താണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ടെക്സ്റ്റൈൽ ഒക്കെ ഇൻഡസ്ട്രീസ് ഒക്കെ വന്നത് ഏതാണ്? ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ടൈമിൽ. അപ്പൊ ഏതാണ് കൂടുതലും? കുറെ കൂടി ഇങ്ങോട്ടാണ്. 19th century ആണ് ടെക്സ്റ്റൈൽ, മൈനിങ്, മെറ്റലർജി ഇതെല്ലാം വന്നത്. ദെൻ ഷുഗർ മിൽസ്, പേപ്പർ മിൽസ്, വിൻഡ് മിൽസ്, ഇതൊക്കെ ഒരു മിഡീവൽ പീരീഡ് ഓഫ് ടൈമിലാണ് നമുക്ക് വരുന്നത് അല്ലെ? മിഡീവൽ പീരീഡിലാണ്. ട്രാൻസ്പോർട്ടേഷൻ, കൺസ്ട്രക്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് 18th century, 18ാം നൂറ്റാണ്ടിലാണ്. സോ A4, B2, C1, D3. A4, B2, C1, D3. ഓപ്ഷൻ 2 ആയിരിക്കും. ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അസേർഷൻ റീസൺ ആണ്. വായിക്കാം. അസേർഷൻ: The globalization has intensified exclusion, marginalization and disconnection among different classes of people and regions. ഗ്ലോബലൈസേഷൻ ഈ പറയുന്ന എക്സ്ക്ലൂഷൻ, മാർജിനലൈസേഷൻ, ഡിസ്കണക്ഷൻ, ക്ലാസസ് ഓഫ് പീപ്പിൾ ആൻഡ് റീജിയൻ തമ്മിൽ ഭയങ്കരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു എക്കോണമിക് റിഫോംസ്. റീസൺ ഇതിലേതാണ്?
both A and R are true. R is the correct explanation of A. Both A and R are true, but R is not correct explanation of the A. A is true, R is false. A is false, R is true. Both A and R are true, and R is the correct explanation of A. Okay. So globalization പറയുന്ന exclusion intensify ചെയ്തിട്ടുണ്ട്, marginalization ഉണ്ടാക്കിയിട്ടുണ്ട്, disconnection among different classes of people and region ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് കാരണം എന്താണ്? എക്കോണമിക് റീഫോംസ് തന്നെയാണ്. ഓക്കെ. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മക്ഡൊണാൾഡൈസേഷൻ? മക്ഡൊണാൾഡൈസേഷന്റെ ഫീച്ചേഴ്സ് ഇതിൽ ഏതൊക്കെയാണ്? എഫിഷ്യൻസി, പ്രെഡിക്റ്റബിലിറ്റി, സ്റ്റാൻഡർഡൈസേഷൻ, കാൽക്കുലബിലിറ്റി. ഇത് ഏതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ്? മക്ഡൊണാൾഡൈസേഷന്റെ, റിറ്റ്സറിന്റെ ആണ് മക്ഡൊണാൾഡൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ പഠിച്ചതാണ്. സോ ഇതിൽ ഏതൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ്? എല്ലാം ഇതിന്റെ ഫീച്ചേഴ്സ് ആണ്. ഓക്കെ. എഫിഷ്യൻസി, പ്രെഡിക്റ്റബിലിറ്റി, സ്റ്റാൻഡർഡൈസേഷൻ, കാൽക്കുലബിലിറ്റി. ഓക്കെ. സോ എഫിഷ്യൻസി, പ്രെഡിക്റ്റബിലിറ്റി, സ്റ്റാൻഡർഡൈസേഷൻ, കാൽക്കുലബിലിറ്റി, ഇതെല്ലാം മക്ഡൊണാൾഡൈസേഷന്റെ ഫീച്ചേഴ്സ് ആണ്. ഓക്കെ. ഇതാരുടെയാണ്? റിറ്റ്സറിന്റെ ആണ്. ഓക്കെ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഒക്കെ ഇത് പറഞ്ഞതാണ്, മക്ഡൊണാൾഡൈസേഷന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഓക്കെ. Then given below are two statements. Assertion reason ആണ്. Advancement in information and communication technology have deepened the digital divide among the women. Advancement in information and communication technology, അത് ഡിജിറ്റൽ ഡിവൈഡ്, വുമണിന് ഇടയിലുള്ള ഡിജിറ്റൽ ഡിവൈഡ് ഡീപ്പൻ ചെയ്തിട്ടുണ്ട്. Then reason ആയിട്ട് പറയുന്നത് urban women are making effective use of ICT for dissemination, advocacy and e-commerce, which rural women do not have the access of ICT. ഇതിന്റെ ഓപ്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. എന്താണ്? രണ്ടും ശരിയാണ്. ആറ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ അല്ലയോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഒന്നും കൂടെ നിങ്ങൾ വായിച്ചു നോക്കും. അതായത് അഡ്വാൻസ്മെന്റ് ഇൻ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ഡീപ്പൻഡ്, എന്ത് ഡീപ്പൻ ചെയ്തു? ഡിജിറ്റൽ ഡിവൈഡ് അമംഗ് വുമൺ, സ്ത്രീകൾക്കിടയിലെ ഡിജിറ്റൽ ഡിവൈഡ് ഇത് കൂട്ടി എന്നാണ് പറയുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് അർബൻ വുമൺ are making effective use of ICT for dissemination, advocacy and e-commerce, which rural women do not have access of ICT. നോക്ക്, ശരിയാണ്, രണ്ടും ശരിയാണ്. ആറ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് അല്ലെ? ഈ പറയുന്ന അർബൻ വുമണിന് ഭയങ്കരമായിട്ടുള്ള ആക്സസ് കിട്ടുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇവർക്ക് കിട്ടാത്ത വരുന്ന ഒരു അവസ്ഥ വരുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ഡിജിറ്റൽ ഡിവൈഡ് ഡീപ്പൻ ആകുന്നത്. ഓക്കെ. സോ ബോത്ത് A and R are true. R is the correct explanation of A. Then the notion of time space compression is used by the sociologists in the context of, ഇതിൽ ഏതാണ്, ഏത് കണ്ടക്സ്റ്റിലായിരിക്കും പറയുന്നത്? The notion of time space compression is used by the sociologists in the context of, സിമ്പിൾ അല്ലേ, ഇൻഫോർമേഷൻ നോളജ് സൊസൈറ്റി. ഇൻഫോർമേഷൻ സൊസൈറ്റിയിലെ ഒരു കണ്ടക്സ്റ്റിലാണ് ഇതെല്ലാം പറയുന്നത്, ടൈം സ്പേസ് കംപ്രഷൻ. കാരണം ടൈം സ്പേസ് കംപ്രഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു അല്ലേ? നമുക്കിപ്പോൾ പല സ്ഥലങ്ങളിലും ഈ പറയുന്ന ടൈമിനെ നമ്മൾ കണ്ടിരുന്ന, പണ്ടൊരു സ്ഥലത്തോട്ടൊക്കെ എത്തിപ്പെടാൻ നമ്മൾ വിടുന്ന കുറച്ച് ടൈം എടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട് പെട്ടെന്ന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ആളുകളുമായിട്ട്. സോ നമ്മുടെ ആ ടൈമിൽ ഉണ്ടാകുന്ന ഒരു ടൈം സ്പേസ് കംപ്രഷൻ ആണ്. സോ ഇത് ഏത് കണ്ടക്സ്റ്റിലാണ് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫോർമേഷൻ നോളജ് സൊസൈറ്റി. ഓക്കെ. The transformation of time in modern society in the form of timelessness was emphasized by which scholar? അപ്പോൾ ഇതിൽ ആരാണ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ടൈം ഇൻ മോഡേൺ സൊസൈറ്റി ഇൻ ദ ഫോം ഓഫ് ടൈംലെസ്നെസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇതിൽ ഏത് സ്കോളർ ആണ് പറഞ്ഞത്? മാനുവൽ കാസ്റ്റൽസ് ആണ്. ഓക്കെ. അദ്ദേഹത്തിന്റെ നെറ്റ്വർക്ക് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ടൈംലെസ്നെസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. മാനുവൽ കാസ്റ്റൽസിന്റെ ആണ്. ഓക്കെ, ഫൈൻ. Then last question, the concept of globalization is introduced by. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗ്ലോക്കലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഇപ്പം തന്നെ നമ്മളൊരു 3-4 ക്ലാസ്സിലായിട്ട് വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗ്ലോക്കലൈസേഷൻ എന്ന് പറയുന്ന ടേം ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആരാണ്? റൊണാൾഡ് റോബർട്ട്സൺ അല്ലെ? റൊണാൾഡ് റോബർട്ട്സൺ ആണ് ആ ഒരു ടൈം. ഗ്ലോക്കലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഗ്ലോബലൈസേഷനും ലോക്കലൈസേഷനും കൂടെ മിക്സപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഗ്ലോക്കലൈസേഷൻ. ഓക്കെ. നമ്മളത് കുറെ നല്ല കൃത്യമായിട്ട് പല വീഡിയോകളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒരു കൺസെപ്റ്റ്. അത് കൊണ്ടുവന്ന ആരാണ്? റൊണാൾഡ് റോബർട്ട്സൺ ആണ് ഈ പറയുന്ന ഒരു കൺസെപ്റ്റ്, ഗ്ലോക്കലൈസേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഓക്കെ. സോ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാനുള്ളത്.
അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഈ ഒരു യൂണിറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനും കഴിഞ്ഞു. നമ്മൾ ഏകദേശം ടോട്ടലി നമ്മൾ ആദ്യം ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പോർഷൻസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ പോലെ നമ്മളൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തിയറിസ്റ്റുകളും മിക്ക തിയറികളും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു. ദെൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ കുറച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചേർത്തുകൊണ്ടാണ് PYQ നമ്മൾ സെറ്റ് ചെയ്തത്. സോ ഇത് നിങ്ങൾ നോക്കുക, യൂണിറ്റ് ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ പറയുന്ന എല്ലാ ക്ലാസ്സസും കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ പോലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം നമ്മുടെ ഒരു ഡിജിറ്റൽ എറ ആയതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഡിജിറ്റൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ 9 പില്ലേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കി പോവുക. ജനറൽ നോളജിന് കുറെ കൂടെ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ജനറൽ നോളജ് ചോദിക്കാനുള്ള ഒരു കുറെ ഏരിയകളുണ്ട്. അതായത് നമ്മുടെ കുറെ പദ്ധതികൾ, ഡിജിറ്റൽ ഇന്ത്യയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ, അതൊക്കെ നിങ്ങളൊന്ന് കൃത്യമായിട്ടൊന്ന് നോക്കിയിട്ടൊക്കെ പോവുക. ഓക്കെ, സോ ഇത്രയുമാണ്. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു യൂണിറ്റ് അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ കൃത്യമായിട്ട് നോട്ടും അതുപോലെ തന്നെ എല്ലാ ക്ലാസ്സസും ഫോളോ ചെയ്യണം. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.